നമസ്കാരം പ്രിയമുള്ളവരെ. മിക്കപ്പോഴും യുദ്ധങ്ങളിൽ ഒരു മേൽക്കോയ്മ ഇസ്രായേലിന് നേടിക്കൊടുക്കുന്നതിൽ അവരുടെ ബങ്കർ സംവിധാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. യുദ്ധങ്ങൾ കൊടുമ്പിരി കൊണ്ട് വരുമ്പോൾ അവരുടെ പ്രതിരോധ വിദഗ്ധരും പ്രധാനമന്ത്രിമാരും തന്ത്രജ്ഞരും രാഷ്ട്ര തലവന്മാരും ഒക്കെ ബങ്കറുകൾക്കുള്ളിൽ അഭയം തേടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആ ബങ്കറുകൾ തകർക്കുക ശത്രുക്കളെ സംബന്ധിച്ച് അപ്രാപ്യമാണ്. ആ ബങ്കറുകളിൽ ഇസ്രായേലി ജനതയും ഇസ്രായേലിലെ രാഷ്ട്രീയക്കാരും സൈനിക മേധാവികളും ഒക്കെ സുരക്ഷിതരായിരിക്കും എന്നൊരു വിശ്വാസം ഇസ്രായേലിന് എപ്പോഴും ഉണ്ട്. പക്ഷേ ആ ബങ്കറുകളും സുരക്ഷിതമല്ല എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഒക്കെ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ ഇത്തരം കോൺക്രീറ്റ് ബങ്കറുകൾ തുളച്ചു കയറുന്ന രീതിയിലുള്ള മിസൈലുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 20 മീറ്റർ കോൺക്രീറ്റ് തുരങ്കങ്ങൾ തകർത്ത് ചെന്ന് ലക്ഷ്യസ്ഥാനം കരസ്ഥമാക്കുവാൻ തക്കവണ്ണം മിസൈലുകൾ ഇറാന്റെ ഭാഗത്തുണ്ട് എന്ന രീതിയിൽ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഒക്കെ വിശകലനങ്ങൾ കാണുന്നുണ്ട്. അതോടനുബന്ധിച്ച് വേറൊരു വാർത്തയും കൂടി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ഉപമേധാവി ഹൈതം അലി തബാതബായിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രയോഗിച്ച JBU-39B ബങ്കർ ബസ്റ്റർ ബോംബുകളിൽ ഒന്ന് അത് പൊട്ടാതെ അവശേഷിച്ചു. അത് സാധാരണ തുരങ്കങ്ങളൊക്കെ തകർക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളിൽ ഒരെണ്ണമാണ്. അത് അമേരിക്ക ഇസ്രായേലിന് കൊടുത്തതാണ്. ഈ ഹിസ്ബുള്ളയുടെ ഉപമേധാവിയെ കൊല്ലുന്നതിന് വേണ്ടി ഉപയോഗിച്ച അത്തരം ബോംബുകളിൽ ഒന്ന് പൊട്ടാതെ കിടന്നു. അത് ഹിസ്ബുള്ള ഇറാന് കൈമാറി എന്ന വലിയ വാർത്തയും മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഇറാൻ എന്ന് പറയുന്നത് റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ വലിയ കേൾവി കേട്ട രാജ്യമാണ്. മിക്കപ്പോഴും അമേരിക്കയുടെയൊക്കെ ഈ മിസൈലുകളുടെയും അതുപോലെയുള്ള ഭാഗങ്ങളുമൊക്കെ എടുത്തുകൊണ്ടുപോയി അത് പഠിച്ചു റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി അത്യന്താധുനികമായ ആയുധങ്ങളാക്കി മാറ്റുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഇറാനെ സംബന്ധിച്ച് ഇത് വലിയ നേട്ടമായിരിക്കും. ഈ JBU-39B അമേരിക്ക ഇസ്രായേലിന് നൽകിയ ഇസ്രായേൽ അത് ഹൈത്തം അലി തബാതബായിയെ കൊല്ലുവാൻ ഉപയോഗിച്ച് പൊട്ടാതെ അവശേഷിച്ച ബോംബുകളിൽ ഒന്ന് അത് ഹിസ്ബുള്ള ഇറാന് നൽകി. അത് ഇറാൻ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തി അത് പുതിയ രീതിയിൽ ഇസ്രായേലിനെതിരെ ഉപയോഗിക്കും എന്ന അഭ്യൂഹം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും അമേരിക്ക ഇപ്പോൾ ആ ബോംബ് തിരികെ കൊടുക്കണമെന്ന് ഹിസ്ബുള്ളയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഹിസ്ബുള്ള അത് നിരസിച്ചിട്ടുണ്ട്. എന്തായാലും അതിപ്പോൾ ഇറാന്റെ കൈവശമുണ്ട് എന്ന വലിയ വാർത്ത മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടാക്കിയേക്കാം എന്ന വാർത്താ വിശകലനങ്ങൾ വരുന്നുണ്ട്. ഇറാൻ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങളിലൂടെ അത്തരം ബോംബുകൾ നിർമ്മിക്കുവാൻ ആവശ്യമായ സാങ്കേതിക വിദ്യ കരസ്ഥമാക്കിയേക്കാം എന്ന വിശകലനങ്ങൾ മാധ്യമങ്ങൾ നിറയുന്നുണ്ട്. മറ്റൊരു വാർത്ത ആ മേഖലയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത് ആയുധം താഴെ വയ്ക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് ഹമാസിന്റെ നേതാവ് ഖാലിദ് മിഷയിൽ അഭിപ്രായപ്പെട്ടു എന്ന ഒരു വാർത്തയാണ്. ഒപ്പം അദ്ദേഹം ഇങ്ങനെ ആരോപിക്കുന്നുണ്ട്, 738 തവണയാണ് ഈ കരാർ നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് എന്ന ഒരു വാർത്തയും കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ചർച്ച, അതായത് ഹമാസ് നിരായുധീകരിക്കപ്പെടാതെ ആ മേഖലയിൽ ഇസ്രായേൽ എത്രത്തോളം വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകും എന്ന ചർച്ച വളരെ പ്രാധാന്യത്തോടെ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് അറിയപ്പെടുന്ന ഇസ്രായേലി അനുകൂല സംഘടനയായ ഫലസ്തീനിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേലി അനുകൂല സംഘടനയുടെ നേതാവ് അബു ആസർ ഷബാബ് കൊല ചെയ്യപ്പെട്ടത്. അതിനു പിന്നിലും ഹമാസ് ആണ് എന്ന ചില വ്യക്തമായ സൂചനകൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്തായാലും ആ പ്രദേശത്തെ സംഘർഷം കൂടുതൽ കലുഷിതമാകുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ജയ് ഹിന്ദ്.